ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ എന്താ ഒരു സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇന്ന് പുറത്തേക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഞാൻ എണിച്ചുടനെ ചായയൊക്കെ കുടിച്ച് അമർത്ത് കുറേ നേരം നിന്ന് സംസാരിച്ചു. എന്നിട്ട് അമ്മ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. അപ്പോൾ ഇന്നലല്ലേ രാവിലെ നേരത്തെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണമല്ല, ചാറിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും രാവിലെയൊക്കെ മൂടിക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും വെയിലൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ വെക്കേഷൻ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനുള്ളതാണത്. കെമിസ്ട്രി +2 എന്നുള്ള വർക്ക് തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. പിന്നെന്താ ഇവിടെ ഇപ്പോൾ ക്യാമറ എവിടെ വെക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ നല്ല ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അവിടെ ട്രൈപോഡ് ഉണ്ടായിട്ടും എടുക്കാൻ മടി കാരണം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. വർക്കൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്ത് അപ്പോഴേക്കും വേഗം കഴിക്കാൻ സമയമായി പറഞ്ഞ് ഞങ്ങൾ ലേറ്റായിട്ടാണ് സാധാരണ കഴിക്കുക. ഇതിപ്പോൾ പുറത്ത് പോകാനുള്ളതുകൊണ്ട് വേഗം കഴിച്ചു കേട്ടോ. രാജ്മയും പിന്നെ ഗീ റൈസ് ആയിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തു. ഇത് ഞാൻ ഫോൺ കവർ കേട്ടോ. എൻ്റെ ശരിക്കും ഫോൺ കവർ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ല അതേ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ പലതരം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. അതിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു. അതാണ് ഞാൻ എപ്പോഴും ഇടാറുണ്ടായിരുന്നത്. പിന്നെ ഇടയിൽ ഞാനൊരു ഫോൺ കവറൊക്കെ മാറ്റി ഇപ്പോൾ പതുക്കെ മഞ്ഞ കളർ ആവാൻ തുടങ്ങി. സിലിക്കോണിൻ്റെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും നല്ല ക്വാളിറ്റിയിൽ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന ട്രാൻസ്പെറൻറ്റ് കവേഴ്സ് ഉണ്ടാവുമല്ലോ, ബാക്ക് കവേഴ്സ്, അതൊന്ന് നോക്കാൻ വെച്ചിട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല എൻ്റെ ഈ മോഡലിന്. അപ്പോൾ ഞാൻ ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാണിക്കുന്നില്ലേ ഫസ്റ്റ്, അതാണ് ഈ കൊക്കോ എന്ന് എഴുതിയില്ല. അതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയ ഫോൺ കവർ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ എഴുതി ഒട്ടിക്കുന്നതാണ് കേട്ടോ, സ്റ്റിക്കേഴ്സ് പോലെ. ചിലത് എനിക്ക് സ്റ്റിക്കേഴ്സ് ഫ്രീ ആയി കിട്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നപ്പോൾ ഞാനത് ഒട്ടിച്ചതാട്ടോ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കൊക്കോ എന്നുള്ളത് അത്ര നന്നായിട്ടൊന്നുമില്ല. അത് കുറച്ച് ഫ്ലോപ്പ് ആയതാണ്. പക്ഷേ ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു മെമ്മറിക്കായിട്ട്. പിന്നെ എന്താ, ഞാൻ കുളിച്ചു, എന്നിട്ട് കുറച്ച് നേരം ഫോൺ തോണ്ടിയിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് റെഡി ആവുകയാണ്. ഇടയിൽ നിന്ന് ബൂസ്റ്റ് കുടിച്ചു. ഗെറ്റ് റെഡി വിത്ത് മീ എന്നില്ല, 2 ലിപ് ബാം തന്നെ ഉള്ളൂ. 2 ലിപ് ബാം പറയാൻ കാരണം ഞാൻ മുന്നത്തെ ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇട്ടത് നല്ല ടിൻ്റ് ഉണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ പോലെ താഴെ ഷെയ്ഡ് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി. ഞാൻ SPF ഉള്ള ലിപ് ബാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിയത്. പിന്നെ ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ എൻ്റെ അച്ഛൻ്റെയാണ്, ഞാൻ കട്ടതാണ്. പിന്നെ കട്ക അങ്ങനെ നല്ല ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് യൂസ് ചെയ്യും. പിന്നെ ഞങ്ങൾ നടന്നു പോയിട്ട് മിനിസോക്ക് എത്തി കേട്ടോ. എൻ്റെ മുടി ആകെ പാറി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ മാറി കേട്ടോ. കയറി ഉടനെ കുറച്ച് കാലം വരെ മിനിയൻസ് ആയിരുന്നു വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ബാർബിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാൻ മുമ്പ് വേറെ സ്ഥലത്തെ മിനിസോലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഈ മിനിസോ ന്യൂലി ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം ഓടി നടന്നിങ്ങനെ നോക്കി. പിന്നെ ഒരു ഫിലിമില്ലേ കാപ്പ എന്ന് പറഞ്ഞ്, അതിലിങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ, ചിലതൊന്നും എനിക്ക് അറിയില്ല, ചിലതൊന്നും എനിക്ക് മനസ്സിലായതേ ഇല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. എന്താ വെച്ചാൽ അതിൻ്റെ പാക്കേജിങ്ങിൽ വേറെ ലാംഗ്വേജിലാണ് ഓരോന്ന് എഴുതുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അവിടുത്തെ സ്റ്റാഫിന് തന്നെ ചിലതൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല എന്താ സാധനം എന്നൊക്കെ. ഇവിടെ എൻ്റെ അമ്മയാണ് കേട്ടോ ക്യാമറമാൻ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എടുത്ത് തരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് അമർത്ത് പറയുമായിരുന്നു, അമ്മ എനിക്ക് ഇന്ന് എടുത്ത് തരും, ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം എന്നൊക്കെ. അമ്മ പെട്ടെന്ന് വെപ്പുള്ളപ്പെട്ട് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് വീഡിയോ കണ്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫസ്റ്റ് ട്രയൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനെന്ത് നമ്മൾ പ്ലഷീസ് എന്നല്ല പറയുക. അവിടെ കാലൊക്കെ ഓരോരുത്തർ തൂക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഷെൽഫിൽ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് കളിച്ചു. പിന്നെ ഇതിനെന്താ പറയുക, നമ്മൾ ഒരു കാർട്ടൂൺ ഇല്ലേ, ഞാൻ പണ്ട് ചെറുതായിരിക്കുമ്പോൾ കാണാറുണ്ട്. എന്താ ബെയർ വ്യൂസ് എന്താ പറയുക തന്നെ, എനിക്ക് ഓർമ്മയില്ല. അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവർ ഇതെടുത്തോ, ഇതിൻ്റെ വീഡിയോ എടുത്തോ, അവർക്കറിയായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഡോളുണ്ട്, അവിടെ ശരിക്കും ഇരിക്കുന്നുണ്ടായില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിയിരുത്താൻ നോക്കുകയാണ് ഞാൻ കുറച്ച് നേരം. ഈ ചിലവരൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടും എസ്തെറ്റിക് ലുക്കൊക്കെ വരാനായിട്ട് റൂം മേക്കോവറൊക്കെ, വലിയ റൂം മേക്കോവറൊക്കെ ചെയ്യുന്നവർ, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാറുണ്ട്. റേറ്റ് പറഞ്ഞാൽ വലിയ ഹൈ റേറ്റിലുള്ളതും ഉണ്ട്, ലോ റേറ്റിലുള്ളതും ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് BT21 ആട്ടോ. ഈ ഷെൽഫ് മൊത്തം അതാണ്. ഇതിന് ഭയങ്കര റേറ്റാണ്. മറ്റ് കുഞ്ഞു സാധനത്തിന് വരെ നല്ല റേറ്റാണ് കേട്ടോ മറ്റു പ്രൊഡക്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നല്ല പിന്നെ ഇങ്ങനത്തെ ക്ലിപ്സ് ഇല്ലേ, ഇത് ഞാൻ ചെന്നൈയിലത്തെ മിനിസോയിൽ ഒരെണ്ണം എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമല്ല, 2 ഇങ്ങനത്തെ സെറ്റായിട്ട്. പിന്നെ നമ്മൾ ഈ ജോഡിയോയിലൊക്കെ കാണുന്ന സാധനങ്ങളാണ്. പിന്നെ ഹെയർ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് പോകുന്നു, അങ്ങനെ വാക്കിങ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം പറഞ്ഞ് നല്ല വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല സുഖമായിരുന്നു നടക്കാൻ. മീഷോയിൽ ഞാൻ എല്ലാം കാണിച്ചു തന്നേ ഉള്ളൂ, എല്ലാം ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ആകെ 3 വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്. പിന്നെ എന്താ, ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കുടിക്കല്ലേ, നാരങ്ങ വെള്ളം കുടിച്ചു. കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ടൈം പോയിട്ടോ. ഞാനപ്പോൾ വീട്ടിലെത്തിയോണ്ട് കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തന്നല്ലോ എന്തൊക്കെ ചെയ്തതെന്ന്. എന്നിട്ട് ഞാൻ അമ്മടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺബോക്സ് ചെയ്യാൻ പറഞ്ഞാൽ കുറേ സാധനങ്ങളൊന്നുമില്ല, ഞാൻ വാങ്ങിയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കൂടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നടന്നിട്ടാണ് പോയത്. അതിനേ ഉള്ളൂ.
പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലൊന്നും അല്ല അവിടെ എത്തിയപ്പോൾ കാണുന്നുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ നല്ലോണം വിയർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നടന്നിട്ടല്ലേ പോയി കുറച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ വേഗം വിയർക്കണ കൂട്ടത്തില്ല. അപ്പോൾ മുഖമൊക്കെ ആകെ വേർത്ത് കുടിച്ച് എനിക്ക് ഇവിടെ കരിയാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ മുടിയാണെങ്കിൽ ഓൾറെഡി എണ്ണ അയച്ച പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഷാമ്പു ഇട്ടിട്ടില്ല. അപ്പോൾ നാളെ കാരണം ഞാൻ ഹൗസ് ഇങ്ങനെ എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഇടാൻ വെച്ചിട്ടാണ്. അപ്പോൾ ആകെ ചപ്പയായിട്ട് എന്തൊക്കെയോ പോലെ കുടിച്ചിറങ്ങിയ പോലെ എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മിനിസോയിൽ കയറിയപ്പോൾ ആദ്യം തന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു വാങ്ങിയത് തന്നെ ഈ മിനി പൗച്ചാണ്. മിനി പൗച്ച് എനിക്ക് വേണ്ട സാധനമായിരുന്നു. ഇത് നോക്കിയിട്ടാണ് ഞാൻ പോയത് തന്നെ. അപ്പോൾ അതൊരു സാധനം ഇട്ട് വെക്കാൻ കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് വെക്കാൻ ഒരു കേസ് പോലെ വല്ലതും വേണം. അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. നല്ല ക്യൂട്ടാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങി ആദ്യം തന്നെ. അപ്പോൾ അതെന്താ സാധനം ഞാൻ കാണിച്ചു തരാം. അത് വിഷുവിൻ്റെ അന്ന് ഞാൻ എന്തായാലും ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അന്നാണ് ഏകദേശം അത് വരിക. അന്ന് അതിൻ്റെ തലേന്ന് വെച്ചായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അൺബോക്സ് ചെയ്തിട്ട്. പിന്നെ എന്താണ് ഇത്, ഞാൻ പിന്നെ ഒരു ഹെഡ്ഫോൺ വാങ്ങിയിട്ടുണ്ട്. അത് എനിക്കെല്ലാം അമ്മയ്ക്കാണ്. പിന്നെ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴൊക്കെ. നമ്മൾ അതിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് വയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് കീബോർഡ് നമ്മുടെ നേർക്ക് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സ്ക്രീനും അതിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങുന്നുണ്ടാവും. പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ രാത്രി ഞാൻ അമ്മർച്ചെന്ന് ഇങ്ങനെ താഴെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അമ്മ ആ സമയം ഉപ്മാവ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. രാത്രി ഉപ്മാവാണ് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.